ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡർ വഴി ക്യാൻസർ കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി മുടക്കുന്നത് ഏതാണ്ട് 53,000 കോടി രൂപ. ചരിത്രത്തിലെ തന്നെ വൻ ഒത്തുതീർപ്പിൻ്റെ വലിയൊരു കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത് മൂലം അണ്ഡാശയ ക്യാൻസർ എന്ന് വെച്ചാൽ ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകുന്നു എന്ന 10,000-കണക്കിന് കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനായിട്ട് പ്രമുഖ കമ്പനിയായിട്ടുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ഏകദേശം $5.5 മില്യൺ ഏകദേശം 53,000 കോടി രൂപ നൽകാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു എന്നുള്ളതാണ്. ഒരു പതിറ്റാണ്ടിലേറെയായിട്ട് കമ്പനിയെ വേട്ടയാടുന്ന നിയമയുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നിർണായക നീക്കം തന്നെ. ഏകദേശം 76,000 പരാതികൾ ഫെഡറൽ സ്റ്റേറ്റ് കോടതികളിൽ നിലവിലുള്ള ഏകദേശം 76,000 ക്ലെയിമുകൾ ഈ ഒത്തുതീർപ്പിൻ്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ്. ഈ കരാറ് അന്തിമമാകണമെങ്കിൽ പരാതിക്കാരിൽ ഏതാണ്ട് 95% പേര് ഇത് അംഗീകരിക്കേണ്ടതുമുണ്ട്. ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് 2027 $3 ബില്യൺ തുടർന്ന് 2028 തുക കൈമാറാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. എന്നാൽ പരാതിക്കാരുടെ എണ്ണമനുസരിച്ച് മൊത്തം തുക $7 ബില്യൺ ആകാൻ സാധ്യതയുണ്ടെന്ന് ചില അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇതിൽ കമ്പനിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്നും അവയിൽ അസ്ബറ്റോസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടില്ലെന്നുമാണ് കമ്പനി ഇപ്പോഴും വാദിക്കുന്നത്. വർഷങ്ങളായിട്ട് തുടരുന്ന നിയമ നടപടികൾ അവസാനിപ്പിച്ച് ജീവൻ രക്ഷാ മരുന്നുകളുടെയും അതേപോലെ തന്നെ ഉപകരണങ്ങളുടെയും വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ തീരുമാനമെന്നാണ് കമ്പനിയുടെ ഒരു നിലപാട് തന്നെ. എന്ന് വെച്ചാൽ വിൽപ്പന നിർത്തിയിട്ട് വർഷങ്ങൾ നീണ്ട തിരിച്ചടികൾക്കും അതുപോലെ തന്നെ സുരക്ഷാ ആശങ്കകൾക്കും ഒടുവിൽ 2020 US-ലും കാനഡയിലും ടാൽക്ക് അധിഷ്ഠിത പൗഡറുകളുടെ വിൽപ്പന കമ്പനി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. തുടർന്ന് 2023 ആഗോളതലത്തിൽ ടാൽക്കിന് പകരം കോൺ സ്റ്റാർച്ച് എന്ന പേരിലുള്ള അടിസ്ഥാനമാക്കിയുള്ള പൗഡറുകളിലേക്ക് കമ്പനി പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. ജോൺസൺ ആൻഡ് ജോൺസ് കമ്പനി എന്ന് പറയുന്ന ആ കമ്പനി നേരിട്ടുള്ള ഏറ്റവും വലിയ നിയമവിരുദ്ധ പ്രതിസന്ധികളിലൊന്നാണ് ടാൽക്കം പൗഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗം മൂലമുണ്ടായിട്ടുള്ള ക്യാൻസർ കേസുകൾ കമ്പനിയുടെ ബേബി പൗഡറും മറ്റ് ടാൽക്ക് ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിലൂടെ അണ്ഡാശയ ക്യാൻസറും അപൂർവമായിട്ടുള്ള ഇനം ക്യാൻസറായിട്ടുള്ള മെസോതെലിയോമയും ഒക്കെ തന്നെ പിടിപെട്ടെന്ന് ആരോപിച്ച് ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് US-ൽ കോടതികളെ സമീപിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ടാൽക്കം പൗഡറിൽ ക്യാൻസറിന് കാരണമാകുന്ന ആസ്ബറ്റോസ് അടങ്ങിയിട്ടുണ്ടെന്നും ഈ വിവരവും ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ദശകങ്ങളായിട്ട് കമ്പനിക്ക് അറിയാമായിരുന്നിട്ടും പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചെന്നുമാണ് പ്രധാന ആരോപണം തന്നെ. 1970-കൾ മുതൽ പൗഡറിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും കമ്പനി ഇത് നിഷേധിച്ചു പോന്നു എന്നുള്ളതാണ് വാസ്തവം. പതിറ്റാണ്ടുകൾ നീണ്ട ഈ നിയമയുദ്ധം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലോകത്തിന് വൻ മുന്നറിയിപ്പാണ് നൽകുന്നത് തന്നെ. മുൻപ് ടെക്സസ് 2 സ്റ്റെപ്പ് എന്ന ഒരു തന്ത്രത്തിലൂടെ പാപ്പരത്ത നിയമം ഉപയോഗിച്ചുകൊണ്ട് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ കമ്പനി വല്ലാതെ ശ്രമിച്ചിരുന്നുവെങ്കിലും കോടതി അവ തള്ളിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കരാറ് നിലവിലുള്ള പരാതികൾക്ക് മാത്രമാണ് ബാധകം എന്നുള്ളതാണ്. ഭാവിയിലെ കേസുകളെ ഇത് ബാധിക്കില്ല. 10 വർഷത്തോളമായിട്ട് തുടരുന്ന നിയമയുദ്ധത്തിന് ഇതോടുകൂടിയിട്ട് അവസാനമാകുമെന്നാണ് കരുതുന്നത്.